പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. സൈബർ സഖാക്കൾ ആകെ വെകിളി പിടിച്ച അവസ്ഥയിലാണ് ഉള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിരുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമി അവർക്ക് പ്രിയപ്പെട്ട പാർട്ടിയായിരുന്നു, നിലപാടുള്ള പാർട്ടിയായിരുന്നു. അവർ ലോക സാഹചര്യങ്ങളെ വിലയിരുത്തി നിലപാടെടുക്കാൻ കഴിവുള്ളവരായിരുന്നു. എന്നാൽ ഇടതുപക്ഷം അവരുടെ രാഷ്ട്രീയ കളം മാറി ചവിട്ടുകയും വലതുവൽക്കരണം ശക്തമാവുകയും ഒപ്പം ഇസ്ലാമോഫോബിയ പടർത്താൻ ശ്രമിക്കുകയും മാഷാ അള്ളാ സ്റ്റിക്കർ മുതൽ ഇസ്ലാമിനെ എങ്ങനെയെല്ലാം പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം ഇസ്ലാമിനെ സമ്മർദ്ദത്തിലാക്കി തങ്ങൾക്ക് വോട്ടുകുത്തുന്ന ആളുകളാക്കി അവരെ മാറ്റണമെന്ന ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കളം മാറി ചവിട്ടി. അവർക്ക് പിന്തുണ നൽകുന്നത് നിർത്തിവെച്ചു. പകരം UDF പിന്തുണ നൽകാൻ തുടങ്ങി. അപ്പോൾ മുതൽ സൈബർ സഖാക്കൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇല്ലാത്ത, നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരാകെ വെകിളി പിടിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് പറയേണ്ടത്, എപ്പോഴൊക്കെയാണ് പറയേണ്ടത്, എങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത വിധം അവർ ഇപ്പോഴിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് നമ്മുടെ സോമൻ പറഞ്ഞതുപോലെ ഞൊളക്കുവാ തിരുമേനി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. ഇപ്പോൾ അവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും RSSും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. മുസ്ലിങ്ങളിലെ RSS ആണ് ജമാഅത്തെ ഇസ്ലാമി. രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. അവർ പറയുന്നതും ഇവർ പറയുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നാണ്. ഇന്ത്യ രാജ്യം ഹിന്ദു രാഷ്ട്രമാകണമെന്നാണ് RSSന്റെ പ്രഖ്യാപനം. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപനം എന്താ? പിറവിയുടെ നാളിൽ അവർ പ്രഖ്യാപിച്ച ഭരണഘടനയിൽ അസന്നിഗ്ധമായി അടയാളപ്പെടുത്തി ഹുക്കൂമത്തെ ഇലാഹി എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്താ ഇതിന്റെ മലയാളം? ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനം എന്നാണ്. പിറവി കൊണ്ടതിന്റെ 15-ാം വർഷം 1956 ഒരു അഖിലേന്ത്യാ സമ്മേളനം ചേർന്നു. നമ്മുടെ ഭാഷയിൽ പാർട്ടി കോൺഗ്രസ്, അവരുടെ ഭാഷയിൽ ഓൾ ഇന്ത്യ ശൂറ. അഖിലേന്ത്യാ സമ്മേളനത്തിൽ വെച്ച് അവർ ഭരണഘടന ഭേദഗതിപ്പെടുത്തി. പിറവിയുടെ 15-ാം വർഷം ഭേദഗതിപ്പെടുത്തിയ ഭരണഘടനയനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചു. ഇപ്പോഴവരുടെ പ്രഖ്യാപനം അതാണ്: ഞങ്ങൾ ഹുക്കൂമത്തെ ഇലാഹി എന്ന വാക്കു മാറ്റുന്നു, ഇഖാമത്തു ദീൻ എന്നാക്കി മാറ്റുന്നു എന്നാണ്. ഹുക്കൂമത്തെ ഇലാഹി എന്നതിന്റെ മലയാളം എന്താ? ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനം. ഇഖാമത്തു ദീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇസ്ലാമിക മതരാഷ്ട്ര സ്ഥാപനം. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ഇദ്ദേഹം പണ്ഡിതനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇഖാമത്തുദ്ദീനിന് കൃത്യമായ അർത്ഥമൊക്കെ പറയുന്നുണ്ട്. ഇഖാമത്തുദ്ദീൻ എന്ന വാക്കിൽ രാഷ്ട്രം എന്ന പേര് തന്നെ ഇല്ല. ഇഖാമത്തുദ്ദീൻ എന്നാൽ ദീൻ സംസ്ഥാപിക്കുക എന്നതാണ്. ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും ഇസ്ലാം ദീനിന്റെ നിയമങ്ങൾ സംസ്ഥാപിക്കുക, അതിൽ രാഷ്ട്രമോ രാഷ്ട്രീയമോ ഒഴിവല്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ മതരാഷ്ട്ര സ്ഥാപനം എന്നാണ് എന്ന് അദ്ദേഹം സ്വന്തമായി ഒരു അർത്ഥം അങ്ങ് കണ്ടുപിടിച്ചതാണ്. അതവിടെ നിൽക്കട്ടെ. ഈ വീഡിയോയിൽ ജമാഅത്തെ ഇസ്ലാമിയും RSSും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് പരാമർശിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ഏറ്റവും ഒന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നു എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പക്ഷത്തു നിന്ന്, നിഷ്പക്ഷരായ ആളുകളുടെ പക്ഷത്തു നിന്ന് ആയിരക്കണക്കിന് മറുപടികൾ ഇതിന് നൽകിയിട്ടുണ്ട്. അതൊന്നും ഇന്നും ആർക്കും സ്വീകാര്യമായിട്ടില്ല. അത് മറുപടി പോരാത്തത് കൊണ്ടല്ല, ആ മറുപടി അംഗീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല. ഞങ്ങളുടെ ഈ ദുരാരോപണം ഞങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്ന ധാർഷ്ട്യത്തോടു കൂടി മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും അതിൻ്റെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ, അവരുടെ ഏതെങ്കിലും പ്രസംഗങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണം തൊട്ട് ഇങ്ങോട്ട് ഇന്നു വരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതരാഷ്ട്രം ഞങ്ങൾ വാദിക്കുന്നു എന്ന് പറയുന്ന, മതരാഷ്ട്രം എന്നൊരു വാക്കുപോലും വിമർശകർ ആരോപിക്കുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എടുത്തുദ്ധരിക്കുക എന്നതല്ലാതെ തങ്ങളുടെ നിലപാട് വിശദീകരിക്കുന്നിടത്ത് എവിടെയെങ്കിലും
മതരാഷ്ട്രം എന്ന വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ മതരാഷ്ട്രവാദം ആരോപിക്കുന്നവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദം എന്നതിനെ കുറിച്ചുള്ള യാതൊരു ധാരണയുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. RSS യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദമാണ് മുന്നോട്ട് വെക്കുന്നത്. അവരുടെ മതത്തിന്റെ ആളുകൾ മാത്രം നിലനിൽക്കുന്ന, അവരുടെ മതത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന, അത് ദേശീയ നിയമമായി അംഗീകരിക്കുന്ന, അതെല്ലാവരും അംഗീകരിക്കണമെന്ന് ശഠിക്കുന്ന, അത് അംഗീകരിക്കാത്തവരെ സ്വന്തം നാട്ടിൽ നിന്നും പുറത്താക്കണമെന്ന ലിസ്റ്റ് തയ്യാറാക്കി പോക്കറ്റിലിട്ട് നടക്കുന്നവരാണ് RSSകാർ. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അത് ഇസ്ലാം എന്ന ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ക്ഷേമരാഷ്ട്രമാണ്. ആ ക്ഷേമരാഷ്ട്രത്തിൽ അതിലുള്ള എല്ലാ പൗരന്മാരെയും തുല്യ പൗരന്മാരായി കാണുകയും എല്ലാവർക്കും നീതി ലഭ്യമാക്കുകയും എല്ലാവർക്കും അവസര സമത്വം ഉണ്ടാവുകയും ഓരോരുത്തർക്കും അർഹമായ പ്രാതിനിധ്യം നൽകുകയും ചെയ്യുന്ന, യഥാർത്ഥത്തിൽ ഇന്ന് നാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും എന്താണോ അതാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ക്ഷേമരാഷ്ട്രത്തിന്റെ അടിസ്ഥാനം. അത് ഒരു കാരണവശാലും RSS മുന്നോട്ട് വെക്കുന്ന ഹിന്ദു രാഷ്ട്രവുമായി ഒരിക്കലും ഒത്തുപോകുന്നതല്ല. ഇതാണ് അവ തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, RSS അവരുടെ സങ്കല്പത്തിലുള്ള രാഷ്ട്രത്തിൽ ജീവിക്കുന്ന പൗരന്മാരെ ഒന്നാം കിട പൗരന്മാർ, രണ്ടാം കിട പൗരന്മാർ, പുറത്താക്കേണ്ട പൗരന്മാർ തുടങ്ങി ആളുകളെ കാറ്റഗറൈസ് ചെയ്ത് അവരെ പുറത്താക്കേണ്ടവർ, നിലനിർത്തേണ്ടവർ, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കേണ്ടവർ തുടങ്ങി വ്യത്യസ്ത കാറ്റഗറികളിലാക്കി പൗരന്മാരെ തരംതിരിച്ചിരിക്കുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രസങ്കല്പത്തിൽ ഒരിക്കലും അതിലുള്ള പൗരന്മാരെ പുറത്താക്കേണ്ടവരെന്നോ അകത്താക്കേണ്ടവരെന്നോ രണ്ടാം കിട പൗരന്മാരായി കാണേണ്ടവരെന്നോ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരിക്കുകയില്ല. മൂന്നാമതായി, RSS മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി എന്ന് പറയുന്നത് തന്നെ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഐഡിയോളജിയാണ്. മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഐഡിയോളജിയുടെ പ്രത്യേകത ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആളുകളെ ശ്രേണീകൃത ജാതി സംവിധാനത്തിൽ കാണുകയും ചില ആളുകൾ ജന്മനാ തന്നെ അധമന്മാരായി മാറുകയും മറ്റു ചിലർ ജന്മനാ തന്നെ ഉദാത്തന്മാരായി മാറുകയും ഉത്കൃഷ്ടരായി മാറുകയും വിശുദ്ധരായി മാറുകയും ചെയ്യുന്ന അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ക്ഷേമരാഷ്ട്രത്തിന്റെ അടിസ്ഥാനമായ ഇഖാമത്തുദ്ദീനിന്റെ അടിസ്ഥാനമായ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, മനുഷ്യരെ നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളെ വിവിധ ജാതികളും ഗോത്രങ്ങളുമാക്കി തിരിച്ചിട്ടുള്ളത് നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ജനനത്തിന്റെ അടിസ്ഥാനത്തിലോ ദേശത്തിന്റെ അടിസ്ഥാനത്തിലോ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലോ ആളുകളെ അധമരെന്നും വിശുദ്ധരെന്നും വ്യവച്ഛേദിച്ച് കണക്കാക്കുന്ന ഒരു കാഴ്ചപ്പാടും ഇസ്ലാമിന്റെ മുൻപിലില്ല. പ്രവാചകൻ പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരും ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ്. ഈ കാഴ്ചപ്പാടും മനുസ്മൃതി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടും എങ്ങനെയാണ് ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാവുക എന്ന് വിശദീകരിക്കേണ്ടത് ഇതിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സഖാക്കളാണ്. നാലാമതായി, ജമാഅത്തെ ഇസ്ലാമിയും RSSും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യരുടെ ജീവൻ പവിത്രമാണ് എന്നും അത് ഒരു കാരണവശാലും ഹനിക്കാൻ പാടില്ല എന്നും, അങ്ങനെ അഥവാ ആരെങ്കിലും ജീവൻ ഹനിക്കുകയാണെങ്കിൽ അത് ഭരണകൂടങ്ങൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുമുള്ള കാഴ്ചപ്പാടാണ്. എന്നാൽ RSS മുന്നോട്ട് വെക്കുന്ന അവരുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ബ്രാഹ്മണന് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി താഴെക്കിടയുള്ള ആളുകളെ കൊന്നുകളയുന്നതോ അവരെ ഹിംസിക്കുന്നതോ ഒരു തരത്തിലും തെറ്റല്ല എന്ന കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് മനുഷ്യരെ കൊല്ലുക എന്നത് അവർക്ക് അനുവദനീയമാകുമ്പോൾ മനുഷ്യരെ കൊല്ലുക എന്നത്
നിഷിദ്ധമായി മാറുന്ന ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതിന്റെ പ്രായോഗികമായ രൂപം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് മുതൽ ഇങ്ങോട്ട് RSS നടപ്പിലാക്കിയിട്ടുള്ള കൊലപാതകങ്ങളുടെ ഭീമമായ കണക്കും, എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നതിന്റെ കണക്കും എടുത്തു നോക്കിയാൽ അവർക്ക് മനസ്സിലാകും. അഞ്ചാമതായി സഖാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ തന്നെ പറയാറുള്ളത് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ള പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി എന്നാണ്. ആ രക്തസാക്ഷികളെ നിങ്ങൾക്ക് നിർമ്മിച്ചു തന്നിട്ടുള്ളത് ഈ RSS കാപാലികരാണ് എന്നും നിങ്ങൾ നാഴികക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സഖാക്കളെ രക്തസാക്ഷിയാക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ പങ്കുവഹിച്ചതായി നിങ്ങൾക്ക് തന്നെ അഭിപ്രായമുണ്ടോ? പിന്നെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയും RSSും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ജമാഅത്തെ ഇസ്ലാമിയെയും RSSനെയും വേർതിരിക്കുന്ന, അവ തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, ഒരു നാണയത്തിന്റെ 2 വശമല്ല, ഒരു തരത്തിലുള്ള കമ്പാരിസവും സാധ്യമല്ലാത്ത വിധം രണ്ടും വ്യത്യസ്തമാണ് എന്ന്, ഒന്ന് ഇരുളാണെങ്കിൽ മറ്റൊന്ന് പ്രകാശമാണ് എന്ന്, ഒന്ന് രാത്രിയാണെങ്കിൽ മറ്റൊന്ന് പകലാണ് എന്ന്, ഒന്ന് കാളകൂട വിഷമാണെങ്കിൽ മറ്റൊന്ന് സിദ്ധൌഷധമാണ് എന്ന് തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ വസ്തുതകൾക്ക് വസ്തുനിഷ്ഠമായ മറുപടി പറയാൻ കഴിയുന്ന സഖാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ രംഗത്ത് വരികയാണ് വേണ്ടത്. നിങ്ങൾ രാഷ്ട്രീയ സത്യസന്ധത പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത്തരം ഉഡായിപ്പ് വർത്തമാനങ്ങൾ നിർത്തുകയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ് ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാനുള്ളത്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.